Good morning, my dear students. For the last section, we have seen that the interaction energy, that is the attractive interaction energy between the atom in the case of inert gas. We can derive the expression of Hamiltonian, and we obtain the total Hamiltonian H equal to H0 plus H1, that is the unperturbed Hamiltonian, and the summation of the total Hamiltonian of H0 plus H1, that is equal to P1 square divided by 2(1) plus P2 square divided by 2(1) plus half into C x1 square plus half into C x2 square minus 2E square x1 x2 divided by 4 pi epsilon 0 r cube. Okay, ഇതാണ് നമുക്ക് കിട്ടിയ total Hamiltonian എന്ന്. Then we can find the value of attractive interaction or the total interaction potential, interaction energy can be calculated. That is proportional to which depends on the distance between the two atoms. ഓക്കെ, അപ്പം നമുക്ക് ഈ ഹാമിൽട്ടോണിയനെ നമുക്ക് എങ്ങനെ അതിനു വേണ്ടി നമ്മൾ ഈ ഒരു ഹാമിൽട്ടോണിയൻ ഇലക്ട്രോൺ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസിൻ്റെ ആറ്റത്തിനകത്തെ ഇലക്ട്രോണുകളുടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് ആൻറ്റിസിമെട്രിക് മോഡിലും സിമെട്രിക് മോഡിലുമുള്ള മോഷൻസ് പോസിബിൾ ആണെന്ന രീതിയിൽ നമ്മൾ ടോട്ടൽ ഹാമിൽട്ടോണിയൻ കണ്ടുപിടിച്ചു. ആഫ്റ്റർ ദാറ്റ് ഇതിൻ്റെ സിമെട്രിക് മോഡിലും ആൻറ്റിസിമെട്രിക് മോഡിലുമുള്ള ഓപ്പറേഷൻസ് പോസിബിൾ ആണെന്ന രീതിയിൽ നമ്മൾ ഇതിനെ രണ്ട് മോഡ് ഓഫ് മോഷൻസ് ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുവാണ്. സോ the total Hamiltonian with the approximate form of equation 1 can be diagonalized by the normal mode transformation, that is x is equal to symmetric mode of motion equal to 1 by root 2 into x1 plus x2. That is symmetric mode same direction ആയതുകൊണ്ട് x1 plus x2 by root 2, and xa equal to antisymmetric mode ആകുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് 1 by root 2 into x1 minus x2. Okay, that is xx equal to symmetric mode of motion, xa equal to antisymmetric mode of motion. Then further we have the നമുക്ക് ഇത് കിട്ടി സിമെട്രിക് മോഡ് ഓഫ് മോഷന് എക്സസും എക്സ്എയും കിട്ടി. Then we can write x1 and x2 in terms of xx, xs and xa. Further we have the momentum. നമ്മളിനി ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിനകത്ത് എക്സ് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നും നമ്മൾ കണ്ടുപിടിച്ചു ആൻറ്റിസിമെട്രിക് സിമെട്രിക് മോഡ് ഓഫ് മോഷനിൽ. ദെൻ പിയും ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്, അതും എന്ത് ടേമിലേക്ക് മാറ്റണം, സിമെട്രിക് മോഡും ആൻറ്റിസിമെട്രിക് മോഡിലേക്ക് മാറ്റണം. ദെൻ പി എസ് ആൻഡ് പി എ ഈക്വൽ ടു 1 by root 2 into P1 plus P2, PA equal to 1 by root 2 into P1 minus P2. Then P1 equal to 1 by root 2 into PS plus PA, P2 equal to 1 by root 2 into PS minus PA എന്നായിട്ട് നമ്മൾ എഴുതുവാണ്. P1 equal to 1 by root 2 into PS plus PA, P2 equal to 1 by root 2 into PS minus PA. അപ്പം അങ്ങനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പം നമുക്ക് x1 എങ്ങനെ ഏത് ടേമിൽ എഴുതണം, x2 ഏത് ടേമിൽ സിമെട്രിക് ആൻറ്റിസിമെട്രിക് മോഡ് ഓഫ് മോഷൻ്റെ ടേമിൽ എഴുതാമെന്ന് വെച്ചു. ദെൻ എന്താണ് അടുത്തത്, നെക്സ്റ്റ് നമ്മൾ പി എസും മൊമെൻറ്റം ആ ഒരു ടേമിലേക്ക് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ദ ടോട്ടൽ ഹാമിൽട്ടോണിയൻ എച്ച് ഈക്വൽ ടു 1 by 2m into ps plus pa whole square by 2 plus ps minus pa by 2 whole square plus half into c x1 എന്തായി മാറും, xs plus xa whole square by 2, then plus xs minus xa whole square by 2 minus e square divided by 4 pi epsilon 0 into
2 into xs plus xa into xs minus xa divided by 2 r cube. അപ്പോൾ ഇതായിരുന്നു നമുക്ക് കിട്ടിയ ടോട്ടൽ ഹാമിൽട്ടോണിയൻ ഇൻ ടേംസ് ഓഫ് സിമെട്രിക് ആൻഡ് ആൻറ്റിസിമെട്രിക് മോഡ് ഓഫ് ഓപ്പറേഷൻസ്. അപ്പോൾ ഇതിനെ നമ്മൾ രണ്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഒരു സെക്ഷനിൽ സിമെട്രിക് മോഡ് ഓഫ് മോഷനും സെക്കൻഡ് സെക്ഷനിൽ ആൻറ്റിസിമെട്രിക് മോഡ് ഓഫ് മോഷനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈക്വേഷൻ എന്തായി മാറും നോക്കിക്കേ. പി എസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2m, പി എസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ വരും? പി എസ് സ്ക്വയർ ബൈ 2 പ്ലസ് പി എസ് സ്ക്വയർ ബൈ 2 പി എസ് സ്ക്വയർ. സോ ദാറ്റ് ബിക്കം പി എസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2m പ്ലസ് നെക്സ്റ്റ് സെക്ഷനിൽ സിമെട്രിക് പൊസിഷൻ്റെ ടേമിൽ സിമെട്രിക് മോഡ് ഓഫ് മോഷൻ എഴുതുവാണ്. പ്ലസ് ഹാഫ് ഇൻറ്റു സി ഇൻറ്റു ഹാഫ് ഇൻറ്റു സി മൈനസ് 2 ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. 2e സ്ക്വയർ ഡിവൈഡ് ബൈ 4 pi epsilon 0 r cube x s സ്ക്വയർ പ്ലസ് ആൻറ്റിസിമെട്രിക് മോഡിൽ ബാക്കി എല്ലാ ടേംസും ക്യാൻസലായി പോകും. കാരണം ഇവിടെ പി എ സ്ക്വയർ ബൈ 2 പി മൈനസ് പി എ സ്ക്വയർ ഡിവൈഡ് ബൈ ഒരു ടേം വരുന്നുണ്ട്. അപ്പോൾ അതെന്താ അടുത്ത ടേമിലേക്ക് വരും. ബാക്കി 2pa മൈനസ് 2pa എന്ന് പറയുന്ന ടേം ക്യാൻസലായി പോകും. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സി ഇൻറ്റു എസ് എക്സ് സ്ക്വയർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സി എക്സ് സ്ക്വയർ മൈനസ് അടുത്തതിനകത്ത് എന്ത് വരും? ഇതിനെ നമുക്ക് 2 ഇൻറ്റു എക്സ് എസ് ആ ഒരു ടേം വരുന്നുണ്ട്. 2 ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എ സ്ക്വയർ മൈനസ് എക്സ് എസ് പ്ലസ് എ എക്സ് എ ഇൻറ്റു എക്സ് എസ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് എ സ്ക്വയർ എന്ന് വരും. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ടേം ഈ 2e സ്ക്വയർ ഡിവൈഡ് ബൈ 4 pi epsilon 0 r ക്യൂബ് എക്സ് എസ് സ്ക്വയർ ഈ രണ്ട് ടേമിനകത്തുനിന്നും ഔട്ട് സൈഡിലേക്ക് എടുത്തിരിക്കുന്നത്. ഓക്കെ. പ്ലസ് ആൻറ്റിസിമെട്രിക് മോഡിൽ എന്ത് വരും? പി എ സ്ക്വയർ ബൈ 2m പ്ലസ് ഹാഫ് ഇൻറ്റു സി പ്ലസ് 2e സ്ക്വയർ ഡിവൈഡ് ബൈ 4 pi epsilon 0 r ക്യൂബ് ഇൻറ്റു എക്സ് എ സ്ക്വയർ പ്ലസ് അടുത്ത ടേം എന്ത് വരും? ഇതാണ് പി എ സ്ക്വയർ ഡിവൈഡ് ബൈ 2m പ്ലസ് ഇങ്ങനെ രണ്ട് ടേമായിട്ട് നമ്മളതിന് സ്പ്ലിറ്റ് ചെയ്തു. ക്ലിയർ ആയില്ലേ? ഇനി ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് സി ബൈ എം ആണ്. ഇവിടുത്തെ സിയുടെ ടേമിൽ ഇവിടെ സിയുടെ ഇതിൽ നിൽക്കുന്നത് എന്താണ്? സി ഇൻറ്റു ഹാഫ് സി സ്ക്വയർ എന്നാണ് വരുന്നത് അല്ലേ. ഹാഫ് സി ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹാഫ് സിയുടെ പൊസിഷനിൽ ഇപ്പം വന്നിരിക്കുന്നത് എന്താണ്? സി മൈനസ് ഇവിടെ സി പ്ലസ്. സോ സി പ്ലസ് ഓർ മൈനസ് 2e സ്ക്വയർ ഡിവൈഡ് ബൈ 4 pi epsilon 0 r ക്യൂബ് ഡിവൈഡ് ബൈ എം ഇൻറ്റു ഹാഫ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് സി ബൈ എം ആണ്. സിയുടെ പൊസിഷനിൽ ഈ ഒരു വാല്യൂ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് മാനർ. ഒമേഗ ഈക്വൽ ടു c plus or minus 2e square divided by 4 pi epsilon 0 r cube divided by m whole raised to 1 by 2. That is equal to root. അതിനകത്ത് നമുക്ക് റൂട്ട് ഓഫ് സി ബൈ എമ്മിനെ ഔട്ട് സൈഡിലേക്ക് എടുത്തു. അതൊരു അവിടെ നമ്മളെടുത്തു ഇൻറ്റു. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് ഓർ മൈനസ് 2e സ്ക്വയർ ഡിവൈഡ് ബൈ 4 pi epsilon 0 r ക്യൂബ് ഇൻറ്റു സി വരും. 1 അതിനകത്ത് സി ബൈ എമ്മിനെ ഔട്ട് സൈഡിലേക്ക് എടുത്തതുകൊണ്ട് ഹോൾ റൈസ് ടു 1 by 2. ഇനി നമ്മൾ ഇതിനെ ഈ 1 പ്ലസ് ഓർ മൈനസ് 2e സ്ക്വയർ ഡിവൈഡ് ബൈ 4 pi epsilon 0 r ക്യൂബ് സി എ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എന്ത് വരും? ഈ ഒരു ഇതിൽ ഇക്വേഷൻ യൂസ് ചെയ്ത 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നതിന് 1 പ്ലസ് എൻ എക്സ് പ്ലസ് എന്നിന് ടൈലർ എക്സ്പാൻഷൻ കൊടുക്കുകയാണ്. n മൈനസ് 1 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ബൈനോമിയൽ എക്സ്പാൻഷൻ കൊടുത്തതാണ്. അപ്പോൾ എന്ത് വരും ഇക്വേഷൻ? 1 പ്ലസ് ഓർ മൈനസ് ഹാഫ് ഇൻറ്റു എന്നിൻ്റെ പൊസിഷനിൽ എന്താണ്? ഹാഫ് ആണ്. ഇൻറ്റു 2e സ്ക്വയർ ഡിവൈഡ് ബൈ 4 pi epsilon 0 r ക്യൂബ് സി മൈനസ് അടുത്ത് എന്ത് വരും? n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡ് ബൈ 2 ഹാഫ് ഇൻറ്റു ഹാഫ് മൈനസ് 1 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് അല്ലേ. ഹാഫ് ഇൻറ്റു 2 ക്യാൻസലായി പോയി. പിന്നെ നമുക്ക് വരേണ്ടത്
1/2 വരും. 1/2 ഇൻറ്റു 4 വരുമ്പം അല്ലേ 1/8 വരും. ഡിവൈഡഡ് ബൈ 2 ഫാക്ടോർ n ഇൻറ്റു ഹാഫ് ഇൻറ്റു ഹാഫ് 1/2 ഇൻറ്റു 1/2 മൈനസ് 1 that is equal to 1/2 into 2 into 2 that is equal to minus 1/8 into 2 e square divided by 4 pi epsilon 0 r cube into c whole raised to whole square x square plus etc. ഹയർ ടേംസ് നമ്മളവിടെ നെഗ്ലക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടി അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഒമേഗ 0 റൂട്ട് ഓഫ് സി ബൈ എം എന്താണ് ഒമേഗ നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ 0യ്ക്ക് ഈക്വലൻ്റ് ആണ് ഒമേഗ 0 ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് ഹാഫ് ഇൻറ്റു ഹാഫ് ഔട്ട് സൈഡിലെടുത്തു ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് ഹാഫ് ഇൻറ്റു 2 e square divided by 4 pi epsilon 0 r cube c minus 1/8. ഇതിനകത്ത് നമുക്ക് കിട്ടിയേക്കുന്നതാണ്. ഇതിനകത്തുനിന്ന് 1/2 ഓക്കെ ഇൻറ്റു ഇത് ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു മൈനസ് 1/8 ഇൻറ്റു 2 e സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 pi epsilon 0 r cube c whole square plus etc. then ഇപ്പം നമുക്ക് എന്ത് കിട്ടി ഒമേഗയുടെ വാല്യൂ കിട്ടി. ഒമേഗ ഈക്വൽ ടു വി ഒബ്റ്റെയിൻ ദ വാല്യൂ ദിസ് വൺ ഒമേഗ 0 ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് ഹാഫ് ഇൻറ്റു 2 e സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 pi epsilon 0 r ക്യൂബ് മൈനസ് 1/8 നമുക്ക് കിട്ടി. ഇനി അതിൻ്റെ 0 പോയിൻ്റ് എനർജി ഓഫ് ദ സിസ്റ്റം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 0 പോയിൻ്റ് എനർജി എന്ന് പറഞ്ഞാൽ u0 വരും. അപ്പം 2 ആറ്റം ഉണ്ടെങ്കിൽ എന്ത് വരും ഹാഫ് h കട്ട് ഒമേഗ 0 പ്ലസ് ഹാഫ് h കട്ട് ഒമേഗ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഹാഫ് h കട്ട് ഒമേഗ 0 എന്ന് വരും. ഇനി അതൊരു പെർട്ടർബ്ഡ് കേസിൽ ഇതിലാവുമ്പോഴേക്കും സ്പ്ലിറ്റ് ചെയ്യുമ്പോഴേക്കും എന്ത് വരും ഹാഫ് ഇൻറ്റു h കട്ട് ഒമേഗ എസ് പ്ലസ് ഒമേഗ എ ദാറ്റ് ഈസ് ദ u0 പ്രൈം എന്ന് വരും. മോഷൻ മൂവ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഫ്രീക്വൻസി പെർട്ടർബ്ഡ് കേസിൽ അതെന്ത് വരും ഹാഫ് ഇൻറ്റു h കട്ട് ഒമേഗ എസ് പ്ലസ് ഒമേഗ എ ഈക്വൽ ടു u0 പ്രൈം. ദെൻ ദ 0 പോയിൻ്റ് എനർജി ഡെൽറ്റ യു ഈക്വൽ ടു u0 പ്രൈം മൈനസ് u0 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു h കട്ട് ഒമേഗ എസ് പ്ലസ് ഹാഫ് ഇൻറ്റു h കട്ട് ഒമേഗ എ മൈനസ് 2 ഇൻറ്റു ഹാഫ് h കട്ട് ഒമേഗ 0. ഓക്കെ ദെൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് ഹാഫ് ഇൻറ്റു h കട്ട് ഒമേഗ 0 ഹാഫ് ഇൻറ്റു h കട്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടോ ഒമേഗ 0 ഔട്ട് സൈഡിൽ എടുക്കുന്നുണ്ട് പ്ലസ് ഇൻറ്റു 1 പ്ലസ് 2 e സ്ക്വയർ ഡിവൈഡ് ബൈ 4 pi epsilon 0 r cube c minus 1/8 into 2 e square divided by 4 pi epsilon 0 r cube c all square plus അടുത്തത് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുവാണ് പ്ലസ് 1 മൈനസ് ഹാഫ് ഇൻറ്റു 2 e സ്ക്വയർ ഡിവൈഡ് ബൈ ഈ ടേം മൈനസ് 1/8 ഇൻറ്റു ദിസ് വൺ മൈനസ് എന്താ കൊടുത്തത് ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഈ ഇക്വേഷൻ ഒമേഗ എസ് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഹാഫ് h കട്ട് ഒമേഗ 0 കോമൺ ആയിട്ട് എടുത്തത് കൊണ്ട് ഏതാ ടേം വരുന്നത് ഒമേഗ എസ് കൊടുക്കുകയാണ്. ഒമേഗ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് 1 പ്ലസ് കൂട്ടിയുള്ള ടേം. ഒമേഗ എ എന്ന് പറഞ്ഞാൽ എന്താണ് 1 മൈനസ് കൂട്ടിയുള്ള ടേം. അപ്പോൾ നമ്മൾ ഒമേഗ എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഒമേഗ എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 1 പ്ലസ് ഹാഫ് ഇൻറ്റു 2 e സ്ക്വയർ ഡിവൈഡ് ബൈ 4/0 r ക്യൂബ് c മൈനസ് 1/8 ഇൻറ്റു ദിസ് വൺ അടുത്തത് വരും പ്ലസ് 1 മൈനസ് അല്ലേ ഹാഫ് h കട്ട് ഒമേഗ 0 ഔട്ട് സൈഡിലേക്ക് എടുത്തു പിന്നെ 1 മൈനസ് ഹാഫ് ഇൻറ്റു ദിസ് വൺ മൈനസ് 1/8 ഇൻറ്റു 2 e സ്ക്വയർ ഡിവൈഡ് ബൈ 4 pi epsilon 0 r ക്യൂബ് c ഹോൾ സ്ക്വയർ. പിന്നെ എന്തും കൂടെ ഉണ്ട് മൈനസ് 2 ഇൻറ്റു ഹാഫ് h കട്ട് ഒമേഗ രണ്ടാറ്റത്തിൻ്റെ ആകുമ്പോഴേക്കും 2 ഇൻറ്റു ഹാഫ് h കട്ട് ഒമേഗ 0. ഓക്കെ അപ്പോൾ നമ്മളതിൻ്റെ
അതിനകത്ത് നമ്മൾ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഹാഫ് H2 ഇൻറ്റു ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് അടുത്ത ടേമാണ് -2 എന്തിൻ്റെയാണ് U0യുടെ ടേമാണ് -2 ഇൻറ്റു ഹാഫ് ഇൻറ്റു H കട്ട് ω0 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനകത്ത് നമുക്ക് ക്യാൻസലാക്കാൻ പറ്റുന്ന എന്തൊക്കെ ടേമാണ് ഉള്ളത്? 1ഉം 1 + 1 അല്ലേ? എന്താ ടേം ക്യാൻസലാക്കാൻ പറ്റുന്ന നോക്കി? 2e² ഡിവൈഡ് ബൈ 4πε0 r³ c ഇവിടെ എന്തുണ്ട്? മൈനസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസലാക്കി. അടുത്ത് എന്താ വരുന്നത്? 1 + 1 2. അപ്പോൾ 2/2 വരുമ്പോഴേക്കും അത് 2 ക്യാൻസലായി പോകും. പിന്നെ ഇവിടെ ഒരു -½ ഉണ്ട്, -2 അത് 2 ക്യാൻസലായി പോയി. അപ്പോൾ എന്താ വരുന്നത്? റിമൈനിങ് ടൈം -H കട്ട് ω0 ഇൻറ്റു 1/8 ഇൻറ്റു 2e² ഡിവൈഡ് ബൈ 4πε0 r³ ഹോൾ സ്ക്വയർ. എന്താ കിട്ടിയേക്കുന്നത് നമുക്ക്? -1H കട്ട് ω0 ഇൻറ്റു 1/8 ഇൻറ്റു 2e² ഡിവൈഡ് ബൈ 4πε0 r³ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ΔU ഈക്വൽ ടു എന്താണ്? ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ആകെ ഇത് മാത്രമേ ഉള്ളൂ r എന്ന് പറയുന്നത്. r⁻³ r³ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? r⁻6. ബാക്കി എല്ലാ ടേമിനെയും കൂടെ നമ്മൾ എന്താക്കി? a എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് കൊണ്ട് ഇക്വേറ്റ് ചെയ്തു. ദെയർഫോർ ΔU ഈക്വൽ ടു സിസ്റ്റം 0 പോയിൻ്റ് എനർജി ഓഫ് ദ സിസ്റ്റം ΔU ഈക്വൽ ടു -a ഡിവൈഡ് ബൈ r⁻6. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വി ഒബ്റ്റെയിൻ ദ വാല്യൂ ഓഫ് 0 പോയിൻ്റ് എനർജി ഓർ അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ. ദിസ് മീൻസ് ദാറ്റ് the attractive interaction varies as the -6th power of separation of the two oscillations. That means this means that the attractive interaction varies as the -6th power of the separation of the two oscillation. This is called the van der Waals interaction, also known as London interaction or the induced dipole interaction. Okay, it does not depends for its existence on any overlap of the change densities of the two atoms. പിന്നെ അതുണ്ടാകുന്ന ഇതിന് ഇപ്പോൾ ഇതിനകത്ത് ഡെൻസിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്താൽ പോലും അത് തമ്മിലുള്ള അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഉള്ളി ഡിപ്പെൻഡ് ഓൺ ദ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷനാണ്. അതിനകത്ത് ചേഞ്ച് വേറെ എന്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ചേഞ്ച് ചെയ്താലും അതൊന്നും അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഉള്ളി ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആറ്റംസ് ഓർ ദ ടു ഓസിലേഷൻസ്. ഓക്കെ, മാസ് ഒന്നും അതിനകത്തൊരു ഫാക്ടറല്ല, ഡെൻസിറ്റി ഒന്നും. ഉള്ളി ഡിപ്പെൻഡ്സ് ഓൺ ദ 1/6th പവർ ഓഫ് സെപ്പറേഷൻ ഓഫ് ടു ഓസിലേഷൻസ്. എന്താ ഇവിടെ ചെയ്തത്? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ടോട്ടൽ ഹാമിൽട്ടോണിയൻ കാൽക്കുലേറ്റ് ചെയ്തു. എങ്ങനെയാണിതൊരു ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ മോഷന് ഈക്വലൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റാണ് നടത്തിയേക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. ആഫ്റ്റർ ദാറ്റ് വി ഫൈൻഡ് ദ ഫസ്റ്റ് ഓഫ് ഓൾ അൺപെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയൻ, ദെൻ പെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയൻ, ദെൻ ടോട്ടൽ ഹാമിൽട്ടോണിയൻ H0 + H1 കാൽക്കുലേറ്റ് ചെയ്തു. H0 + H1 നമുക്ക് അതിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ റിസൾട്ടാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. ദെൻ എന്ത് ചെയ്തത്? നമുക്കതിന് രണ്ട് മോഡ് ഓഫ് മോഷനിലേക്ക് സിമെട്രിക് ആൻറ്റിസിമെട്രിക് മോഡ് ഓഫ് മോഷനിലേക്ക് സ്പ്ലിറ്റ് ചെയ്തു. അതിന് മൊമെൻ്റായും പൊസിഷനും ഒക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ വാല്യൂ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ദ ഫ്രീക്വൻസി നമ്മൾ എടുത്തു. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ½ ആണ്. അപ്പോൾ √c ഒമേഗ എന്ത് വരും? √c/m. അപ്പോൾ ഇവിടെ അപ്ലൈഡ് ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? c ± 2e² ഡിവൈഡ് ബൈ 4πε0 r³ ആണ്. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ √c/m നമുക്ക് ഇങ്ങനെ ഒരു ടേം കിട്ടി. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ക്യാൻസലാക്കാൻ പറ്റുന്ന ടേംസ് ഇതിനകത്ത് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ω0 ഇതിന് √c/m ω0 എന്ന് കൊടുത്തു. ദെൻ 0 പോയിൻ്റ് എനർജി നമ്മൾ എടുക്കുവാണ്. അപ്പോൾ ഇതാണ്
ഒമേഗ 0 ഇൻറ്റു 1 പ്ലസ് വരുമ്പോൾ അത് എന്ത് വരും, സിമെട്രിക്കിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഹാഫ് എച്ച് ഒമേഗ 0 കോമൺ ആയിട്ട് എടുത്തു, പിന്നെ 1 പ്ലസ് ഓർ മൈനസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ആക്ച്വലി ദിസ് വൺ ഈസ് മൈനസ്. ഓക്കെ, ദിസ് വൺ ഈസ് -1. ദിസ് 1 ആൻഡ് -1 ആർ ക്യാൻസൽ ഔട്ട്, ദിസ് 1 ആൻഡ് ദിസ് ആർ ക്യാൻസൽ ഔട്ട്. പിന്നെ ഈ ഒരു ടേമേ ഉള്ളൂ. ഇപ്പോൾ 2 ഇൻറ്റു ഇതിനകത്ത് വരുമ്പോഴേക്കും അപ്പോൾ അന്നേരം എന്താ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു -h ഒമേഗ 0 ഇൻറ്റു ഇവിടെ സോറി ഇതിനകത്ത് എന്തായിരിക്കും, ശരിയാണ്, ഹാഫ് h ഒമേഗ 0 ഹാഫ് h ഒമേഗ 0 എന്ന് വരുമ്പം അതിനകത്ത് 2 ഇത് വരും. അപ്പം ഇതും കൂടെ ക്യാൻസലായി പോണതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ദിസ് വൺ ഇവിടെ എടുത്താൽ മതി, ഹാഫ് h ഒമേഗ 0 ഇൻറ്റു അടുത്തത് പ്ലസ് ഹാഫ് h ഒമേഗ 0. അപ്പോൾ എന്ത് വരും, 1 പ്ലസ്, ഇതാണെങ്കിൽ എന്ത് വരും, 1 പ്ലസ്. അപ്പം ഇത് രണ്ടും കൂടെ ക്യാൻസലായി പോകുന്നു. ഈ ഒരു ടേമും -2 ഹാഫ് h ഒമേഗ 0യും കൂടെ ക്യാൻസലായി പോയി. ഇത് രണ്ടും കൂടെ മൈനസും പ്ലസും ക്യാൻസലായി പോയി. ഇത് രണ്ടും ഉള്ളൂ. അതിനകത്തുനിന്ന് നമുക്ക് കിട്ടിയേക്കുന്നതാണ് ഇത്. അപ്പോൾ ഇത് രണ്ടെണ്ണം ഉണ്ട്, *2/8 എന്ന് പറഞ്ഞു വരും. ഈ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസലായി പോകുമ്പോൾ കിട്ടിയേക്കുന്ന ടേമാണ് -h ഒമേഗ 0 ഇൻറ്റു 1/8 ഇൻറ്റു 2e² ഡിവൈഡ് ബൈ 4πε0 r³ c ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബാക്കിയെല്ലാം കോൺസ്റ്റൻറ്റ് ടേംസ് ആണ്. h കോൺസ്റ്റൻ്റ് ആണ്, റെഡ്യൂസ്ഡ് പ്ലാങ് കോൺസ്റ്റൻറ്റ്, ഇത് നാച്ചുറൽ ഫ്രീക്വൻസി ആണ്. 2e ഇത് ε0 എല്ലാം നമുക്കറിയാം. സി എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. r³ മാത്രം, സി എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എല്ലാത്തിനെയും കൂടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഓൺലി ഡിപ്പെൻഡ് ഓൺ ദ വാല്യൂ ഓഫ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ 2 ആറ്റംസ്. It's the 6th power of it is that is the attractive interaction is proportional to the minus of 6th power of the separation between the 2 atoms. Okay, clear ആയില്ലേ? Okay, thank you.